ഈ പുതിയ വേണാട് ട്രെയിൻ വരുമ്പോൾ സ്റ്റോപ്പ് നിർത്തലാക്കുന്നു എന്നുള്ളത് സ്ഥിരം യാത്രക്കാരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ്. ഒരു യാത്രക്കാരി എന്നുള്ള നിലയിൽ എന്താണ് പറയാനുള്ളത്? വർഷങ്ങളായിട്ട് ഞാനിവിടെ യാത്ര ചെയ്ത ഒരാളാണ്. ഞങ്ങളെല്ലാവരും സൗത്തിനെ ആശ്രയിച്ചാണ് വേണാടിന് യാത്ര ചെയ്യുന്നത്. അതോടൊപ്പം ആയിരക്കണക്കിന് യാത്രക്കാരാണ് വേണാട് എക്സ്പ്രസിന് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് യാത്ര ചെയ്യുന്നത്. അതൊരു നിമിഷ നേരം കൊണ്ട് നോർത്തിലോട്ടാക്കുക, ഒരു ഇൻഫർമേഷനും തരാതെ തലേദിവസം അറിയിക്കുക, നോർത്തിലോട്ട് 1-ാം തീയതി പോകുക എന്നുള്ള ഇൻഫർമേഷൻ മാത്രമേ ഞങ്ങൾക്ക് തന്നിട്ടുള്ളൂ. ഞങ്ങൾ ഇതിനു മുമ്പ് അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്കൊരു മെമു ബദൽ സംവിധാനമായിട്ട് തരണം. കാരണം ഈ യാത്രക്കാർക്കെല്ലാം പോകണം. നമ്മൾ 6:15 ട്രെയിന് പോകുക എന്ന് പറയും, മെമുവിന് പോകുക എന്ന് പറയുമ്പോൾ 5 മണിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നവർക്ക് 1.25 മണിക്കൂർ നമ്മൾ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കേണ്ടി വരും ഈ മെമു കിട്ടാനായിട്ട്. അത്രയും സമയം ഒരാളുടെ ആയുസാണ് അങ്ങോട്ട് മാറി കിട്ടുന്നത്. ഞങ്ങളൊക്കെ പെൺപിള്ളേർക്ക് വീട്ടിൽ കോട്ടയത്തൊക്കെ ചെന്നിട്ട് പല പണികളുള്ള കുടുംബത്തിൽ ചെന്ന് പണി ചെയ്യേണ്ടവരാണ്. നമ്മൾ ഈ വേണാണ്ടിൽ ചെന്ന് 6:45, 7:15 വീട്ടിൽ ചെല്ലുന്ന നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നമുക്ക് സ്മൂത്തായിട്ട് ചെയ്തു പോകാൻ പറ്റും. ഇത് നമ്മൾ 6:15 വണ്ടിക്ക് പോയിട്ട് എത്ര സമയം കഴിഞ്ഞ് 8 മണിയായെങ്കിലും ആകും കോട്ടയത്ത് എത്തുമ്പം. നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ 8:45 ആവും. നമ്മുടെ കുടുംബത്തെ കാര്യങ്ങൾ തന്നെ നമുക്ക് ബുദ്ധിമുട്ടിലോട്ടാണ് പോണേ. അതുപോലെ ഞങ്ങൾ റെയിൽവേയോട് പറയുന്നത് ഇത്രയും യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഈ വേണാട് നോർത്തിലോട്ട് പോകുമ്പം ഇനിയുള്ള യാത്രക്കാരെ കുറിച്ചും കൂടെ ഇവരൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ആരുടെയും തീരുമാനമോ അഭിപ്രായങ്ങളോ യാത്രക്കാരോട് ചോദിച്ചിട്ടില്ലെന്നുള്ളതാണ് ഞങ്ങൾ അറിയുന്നത്. ചോദിച്ചാൽ തന്നെ എല്ലാവരും തന്നെ അറിഞ്ഞിട്ടുമില്ല. ഈ ട്രെയിൻ കൊണ്ടുപോകുന്നതിന് ഞങ്ങൾക്ക് ആർക്കും ഒരു പരാതിയില്ല. അവർ 5:15-നോ 5:20-നോ എപ്പോൾ വേണേലും പൊക്കോട്ടെ. പക്ഷെ ഞങ്ങൾക്ക് വേണാടിന് ഏതെങ്കിലും ഒരു സമയത്ത് ഈ 6:15-ന് മുമ്പ് ഞങ്ങൾക്കൊരു മെമു സർവീസ് വേണം. അത് എല്ലാവരുടെയും അഭിപ്രായം. പല യാത്രക്കാരും ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു ഒരു 5:40-ന് ഒരു മെമു കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കാരണം കോട്ടയം വരെയുള്ള യാത്രക്കാർക്ക് സംവിധാനം ഒരുക്കാനുള്ള, കോട്ടയം വരെ പോകുന്നവർക്ക് ഒരു മെമു ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല പ്രയോജനപ്രദമാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതനുസരിച്ച് ഞങ്ങൾക്കൊരു മെമു വേണം. ഈ വേണാടിന് ഇപ്പം 5:20-ന് വേണാട് നോർത്തിൽ നിന്ന് എടുക്കുമെന്ന് പറഞ്ഞ് നമുക്ക് MG റോഡ് ഷേനൈസ് തിയേറ്ററിന്റെ സ്റ്റോപ്പിൽ നിന്ന് പോലും കയറിയാൽ നമുക്ക് 5:20-ന് നോർത്തിലെത്താൻ പറ്റിയല്ല. കാരണം അതുപോലെയുള്ള ബ്ലോക്കാണ്. ഒരു ആംബുലൻസ് വന്നു കഴിഞ്ഞാൽ എത്ര സമയം കഴിഞ്ഞാണ് ആ ബ്ലോക്കിൽ നിന്ന് ആംബുലൻസ് കടന്നു പോകുന്നത്. ഞങ്ങൾ സ്ഥിരം കാഴ്ചക്കാരാണ്, ഞങ്ങൾക്കറിയാം. പക്ഷെ ഞങ്ങൾക്ക് ഷോർട്ട് കട്ട് ആയിട്ട് നടന്ന് ചെന്നാൽ പോലും കൂടെ 5:20-ന്റെ ട്രെയിൻ ഞങ്ങൾക്ക് കിട്ടുമല്ല. പിന്നെ ഞങ്ങൾ തിരിച്ച് ബസ് കയറി മെട്രോയിൽ കയറി ഇവിടെ വരണം. പിന്നെ മെട്രോ സംവിധാനം ഉണ്ടെന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് മെട്രോ സംവിധാനം നമുക്കത് ശരിയായ ഒരു ഇതല്ല. കാരണം നമ്മുടെ സാമ്പത്തിക അവസ്ഥയിൽ നമുക്ക് ആ മെട്രോയിൽ സ്ഥിരം യാത്ര ചെയ്യാൻ പറ്റിയല്ല. എല്ലാവരും ചോദിക്കുന്നുണ്ട് മെട്രോയിൽ കയറി ഇറങ്ങാൻ പറ്റിയല്ലേന്ന്. മെട്രോയിൽ കയറി ഇറങ്ങുന്നതിന് കുഴപ്പമില്ല. നമുക്ക് അതുപോലുള്ള സാമ്പത്തികമോ അതുപോലെ സാലറിയോ വരുമാനം ഉള്ളവർക്കാണെങ്കിൽ ബുദ്ധിമുട്ട്, ഉള്ളവർക്കും സ്ഥിരം പോകാൻ പറ്റിയല്ല. അതുകൊണ്ട് റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ യാത്രക്കാർക്ക് ഒരു അനുകൂല തീരുമാനം ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ യാത്രക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്. ഞങ്ങൾക്കൊരു മെമു അതിനുള്ള സംവിധാനം അത് രാവിലെയും വേണം. കാരണം ഈ രാവിലെ ഈ വേണാട് നോർത്തിലോട്ട് പോകുമ്പം സൗത്തിൽ ഇറങ്ങുന്നത് ഇതുപോലെ ആയിരക്കണക്കിന് യാത്രക്കാരാണ് ഉള്ളത്. അവർക്ക് ഓഫീസിലെത്തണം. കാരണം ഔട്ടറിൽ നിർത്തുന്ന എല്ലാ ദിവസവും മറ്റും ഔട്ടറിൽ നിർത്തിയാലും എല്ലാവർക്കും മറ്റേ ഇറങ്ങി പോകാനും പറ്റിയല്ല. അതുകൊണ്ട് പാലരുവിക്കും വേണാടിനും ഇടയ്ക്കായിട്ട് രാവിലെ ഒരു മെമു വേണം. അതുപോലെ തന്നെ സൗത്തിൽ നിന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം 5:40-ന് ഞങ്ങൾക്ക് സൗത്തിൽ നിന്ന് ഒരു മെമു, അത് കോട്ടയം വരെ എങ്കിലും ആണെങ്കിൽ തന്നെയും 5:40-ന് ഒരു മെമു സർവീസ് ഞങ്ങൾക്ക് വേണമെന്നുള്ളത്. അത് തന്നിട്ട് അവർ വേണാട് കൊണ്ടുപോകട്ടെ, എപ്പോൾ വേണേലും കൊണ്ടുപോകട്ടെ. ഞങ്ങൾക്ക് ആർക്കും ഒരു പരാതിയില്ല. 5 മണിക്കോ 5:15-നോ 5:30-ക്കോ എപ്പോൾ വേണേലും പോയാലും ഞങ്ങൾക്ക് ആർക്കും വേണാട് കൊണ്ടുവന്നതിന്റെ പരാതിയില്ല. പക്ഷെ അതിന് മുമ്പായിട്ട് യാത്രക്കാർ സൗത്തിൽ നിന്ന് പോകുന്ന യാത്രക്കാരുടെ സൗകര്യം ഒരുക്കിക്കൊണ്ട് ഒരു ബദൽ സംവിധാനം എന്ന രീതിയിൽ ഞങ്ങൾക്കൊരു മെമു സർവീസ് വേണം. എല്ലാ യാത്രക്കാരും ഇത് തന്നെയാണ് പറയുന്നത്. എല്ലാവരും റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് നമുക്കൊരു മെമു വേണം, അത് പറയണം, അത് മേടിച്ചെടുക്കാനുള്ള സംവിധാനം നമുക്ക് ഒരുക്കണം. ഞങ്ങൾ അസോസിയേഷനിലും ഞാനും അസോസിയേഷനൊരു അംഗമാണ്. ഞങ്ങൾ എല്ലാവരും റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. ഞങ്ങൾക്ക് 5:15-ന് 5:40-ന് മുമ്പോട്ടും പോകേണ്ട പുറകോട്ടും. പിന്നെ 6:15-ന് ഒരു മെമു ഉണ്ട്. അത് 6:30-ക്ക് ആക്കുന്നതിന് ഞങ്ങൾക്ക് പരാതിയില്ല. കാരണം ടെക്സ്റ്റൈൽസ് ഒക്കെ ജോലി ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം 6:30-ക്ക് ആ മെമു ഒത്തിരി പ്രയോജനപ്രദമാണ്. ഓടി വന്ന് കയറാതെ തന്നെ അവർക്ക് നടന്നു വന്ന് പലരും ഓട്ടോയ്ക്ക് വരുന്നതാണ് ഈ 6:15-ന്റെ ട്രെയിന് കയറുന്നത്. ആ സംവിധാനം ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് സമയം ഉണ്ടാവും. 6:30-ക്ക് ആ മെമു ഉണ്ടാകണം. അപ്പൊ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഈ ഒരു കാര്യത്തിലൊരു തീരുമാനം എടുക്കണം. കാരണം ആയിരക്കണക്കിന് യാത്രക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനൊന്നൊരു വ്യക്തി റിക്വസ്റ്റ് ചെയ്യുന്നത്. ഒരുപക്ഷെ ആരും സപ്പോർട്ട് ചെയ്യില്ലായിരിക്കും. ഇനി സപ്പോർട്ട് ചെയ്താൽ പോലും ഇല്ലെങ്കിൽ പോലും ഞങ്ങൾക്കൊരു ആവശ്യമാണ്, ഞങ്ങൾക്കൊരു മെമു വേണം. കാരണം യാത്രാക്ലേശം എന്ന് പറഞ്ഞാൽ നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത യാത്രാക്ലേശമാണ്. ഇന്നിപ്പം രാവിലെ ഞങ്ങൾ മെമൂന വരുന്നത് കോട്ടയത്ത് നിന്ന് കയറിയിട്ട് നമുക്ക് ആ ബാത്റൂമിന്റെ സൈഡിൽ പോലും നിൽക്കാൻ ഇടയില്ലായിരുന്നു. അതുപോലെ തിരക്കായിരുന്നു. വേണാട് എക്സ്പ്രസിനായാലും ഇവിടുന്ന് പോകുമ്പം വലിയ കുഴപ്പമില്ലാണ്ട് പോയാലും നമ്മൾ തൃപ്പൂണിത്തറ ചെന്ന് കഴിയുമ്പോൾ ഭയങ്കര തിരക്കാണ്. പല സമയങ്ങളിലും നല്ല ഹൈ ലെവലുള്ള ആണുങ്ങൾ വരെയാണ്, കാരണം ആരോഗ്യമുള്ള ആമ്പിള്ളേർ വരെയാണ് കുഴഞ്ഞു വീഴുന്നത്. കാരണം അതിനകത്തോട്ട് കാറ്റ് കടത്തുന്നില്ല, നമുക്ക് ഒരു സംവിധാനവും ഇല്ല. ഒരു ബോഗിയിൽ 2 ഡോർ മാത്രമേ ഉള്ളൂ. ആ ഡോറിന്റെ ഇടയിൽ ആൾക്കാർ നിൽക്കുക.
കാരണം കാറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കുന്നു. പല പിള്ളേരാണ് പാലരുവിയിൽ എത്ര പിള്ളേരെ കുഴഞ്ഞു വീഴണമെന്നറിയാവോ? ഇത് ശരിക്കും ഒരു വാഗൺ ട്രാജഡി പോലെയാണ് റെയിൽവേയുടെ ഒരു തീരുമാനം. എന്തെങ്കിലും വന്നു പോയിട്ട് അയ്യഭാവം വെച്ച് ഇവർ ഓടി നടന്നിട്ടും കുറച്ച് പൈസ കൊടുത്തൊരു കുടുംബത്തെ സഹായിച്ചിട്ടും കാര്യമില്ല. ആ സഹായം മേടിക്കുന്നതിന് മുമ്പ്, ആ സഹായം ഇവർ കൊടുക്കുന്നതിന് മുമ്പ് റെയിൽവേയിലെ മേലധികാരികൾ ഞങ്ങളുടെ യാത്ര എന്താണെന്നുള്ളത് കണ്ടുപഠിക്കട്ടെ. കാരണം പണ്ട് ഞങ്ങളുടെ രാജഗോപാൽ സാറായിരുന്നപ്പം കോട്ടയത്തു നിന്ന് വന്ന് സാറ് ലേഡീസ് കമ്പാർട്ട്മെന്റ് ഇരുന്നു. ഞങ്ങൾ ഇങ്ങനെ പരാതി പറഞ്ഞു, ഞങ്ങളെ ട്രെയിൻ യാത്രയാണ്. അന്ന് ബാത്റൂം ഒന്നും ക്ലീൻ ഒന്നും ഇല്ലായിരുന്നു. ഈ സാർ ഒരു കൈലും മുണ്ടും ബനീനും ഒരു തോർത്തിട്ട് മാത്രം വന്ന് ഞങ്ങളുടെ ട്രെയിനെ ഞങ്ങളോടൊപ്പം യാത്ര ചെയ്തിട്ട് സാറ് കണ്ടുപിടിച്ചു ഞങ്ങളുടെ യാത്രാ ദുരിതം. അന്ന് സാറ് പറഞ്ഞിട്ടാണ് അന്ന് ലേഡീസ് കമ്പാർട്ട്മെന്റ് ഉൾപ്പെടെ എല്ലാം ക്ലീൻ ആയിട്ട്, അന്നൊക്കെ മൂട്ടയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ലേഡീസ് കമ്പാർട്ട്മെന്റ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ക്ലീൻ ആക്കി തന്നതാണ്. അതുപോലെ റെയിൽവേ ഇപ്പം മന്ത്രിമാർ ഞങ്ങളുടെ യാത്ര ചെയ്യണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങളുടെ യാത്രാ ക്ലേശം പരിഹരിച്ചേ പറ്റുള്ളൂ. കാരണം എന്തെങ്കിലും ഒരു അപകടം വന്നിട്ട് ഇവര് തിരിഞ്ഞു നോക്കിയിട്ട് കാര്യമില്ല, അതിന് മുമ്പേ ഇവരെന്തെങ്കിലും ചെയ്യണം. അപ്പൊ ഞങ്ങളുടെ ആഗ്രഹം 5:40 ഞങ്ങൾക്കൊരു മെമു വേണം. അത് തരാനുള്ള മനസ്സ് റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ഈ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വേണാടിന്റെ അവസാന ദിന യാത്രയാണ്. നാളെ മുതൽ സൗത്തിലേക്ക് വേണാട് വരില്ല എന്നുള്ളതാണ് റെയിൽവേ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് തികച്ചും അശാസ്ത്രീയമായ ഒരു തീരുമാനമാണ്. ഇങ്ങനെ ഒരു തീരുമാനം റെയിൽവേ എടുക്കുന്നതിന് മുമ്പ് റെയിൽവേ യാത്രക്കാർ, പാസഞ്ചേഴ്സ് അസോസിയേഷൻ, അതുപോലെ തന്നെ റെസിഡൻസ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള സംഘടനകളുമായിട്ടൊന്ന് ആലോചിക്കണമായിരുന്നു. അവരുടെ അഭിപ്രായം കൂടെ തേടിയിട്ട് വേണമായിരുന്നു തീരുമാനമെടുക്കുന്നത്. ഇതിപ്പോ ഇവർ പറയുന്ന പ്രധാനപ്പെട്ട കാരണം സമയലാഭം ഉണ്ട് എന്നാണ് പറയുന്നത്. അത് തികച്ചും തെറ്റാണ്. ഈ വേണാട് സൗത്തിൽ വരുന്നതിന് മുമ്പ് ഇതിന്റെ തൊട്ടടുത്ത മാർഷലിംഗ് യാർഡിൽ ചില ദിവസങ്ങളിലൊക്കെ മണിക്കൂറുകളോളം പിടിച്ചിടാറുണ്ട്. അവിടെ റെയിൽവേയുടെ ഉടമസ്ഥതയിലുള്ള ഒരു 110 ഏക്കർ ഭൂമിയുണ്ട്. അതിങ്ങനെ കാട് പിടിച്ച് ഒക്കെ കിടക്കുകയാണ്. ഞങ്ങൾ റെസിഡൻസ് അസോസിയേഷൻ വളരെ നല്ല നിർദ്ദേശങ്ങൾ റെയിൽവേക്കും സംസ്ഥാന ഗവൺമെന്റിനും ഒക്കെ സമർപ്പിച്ചിട്ടുണ്ട്. ഇവിടെ യാത്രക്കാരുടെ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ഈ സൌത്ത് നോർത്ത് റെയിൽവേ സ്റ്റേഷന്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന റെയിൽവേയുടെ ഉടമസ്ഥതയിലുള്ള ഈ മാർഷലിംഗ് യാർഡ് ഒരു റെയിൽവേ സ്റ്റേഷനായി വികസിപ്പിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ പ്രധാനമായും മുന്നോട്ട് വെച്ച ആശയം. വൈറ്റില മൊബിലിറ്റി ഹബിന്റെ പ്രോജക്ട് റിപ്പോർട്ടിൽ അതിന്റെ റെയിൽ കണക്ടിവിറ്റിയെപ്പറ്റി വളരെ വ്യക്തമായി പറയുന്നുണ്ട്. വാട്ടർ കണക്ടിവിറ്റിയും മെട്രോ കണക്ടിവിറ്റിയും യാഥാർത്ഥ്യമായി, റെയിൽവേ കണക്ടിവിറ്റി യാഥാർത്ഥ്യമായിട്ടില്ല. അതുകൊണ്ട് തീർച്ചയായും ഇപ്പോ ഈ പശ്ചിമ കൊച്ചിയിലെ യാത്രക്കാർ, പ്രധാനമായും മട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചി ഐലൻഡ് ഉൾപ്പെടെയുള്ള ഇടക്കൊച്ചി ഉൾപ്പെടെയുള്ള പ്രദേശത്തുനിന്ന് വരുന്ന ജനങ്ങളൊക്കെ ആശ്രയിക്കുന്നത് എറണാകുളം സൌത്ത് റെയിൽവേ സ്റ്റേഷനാണ്. ഈ വേണാടിന്റെ ആരംഭകാലം മുതൽ ഇത് സൌത്തിൽ നിന്ന് ആരംഭിച്ചിരിക്കും. ഇതിപ്പോ ഒരു സുപ്രഭാതത്തിൽ ഇവിടെ വരുന്നില്ല എന്ന് പറയുന്നത് നമുക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. സൌത്ത് റെയിൽവേ സ്റ്റേഷനിൽ 6 പ്ലാറ്റ്ഫോം ഉണ്ട്. ഇവിടെ 6 പ്ലാറ്റ്ഫോം വേക്കന്റ് ആവാത്തത് കൊണ്ടാണ് പലപ്പോഴും ഈ ട്രെയിൻ ഈ മാർഷലിംഗ് യാർഡ് എന്ന് പറഞ്ഞാൽ ചേമ്പങ്കാടെന്ന് പറയും, ഇവിടുത്തെ യാത്രക്കാരൊക്കെ പറയുന്നത് അങ്ങനെയാ. അവിടെ മണിക്കൂറുകളോളം വാഹനങ്ങൾ പിടിച്ചിടാറുണ്ട്. 6 പ്ലാറ്റ്ഫോം ഉള്ള ഈ സൌത്ത് സ്റ്റേഷനിൽ ഇങ്ങോട്ട് കയറുന്നതിന് എൻട്രി കിട്ടാതെ അവിടെ കാത്തു കെട്ടിക്കിടക്കുന്നു. മറിച്ച് നോർത്തിൽ ആകെ 2 പ്ലാറ്റ്ഫോമേ ഉള്ളൂ. സൌത്തിലേക്ക് കെട്ടിക്കിടക്കുന്നതിനേക്കാൾ കൂടുതൽ സമയദൈർഘ്യം എടുക്കും നോർത്തിലേക്ക് കയറുന്നതിന്. കാരണം ഈ വേണാട് പോകുന്നതിന് തൊട്ടു മുമ്പും പിൻപും ഒക്കെ മെമു സർവീസുണ്ട്, മറ്റു പല ട്രെയിൻ സർവീസുകളുമുണ്ട്. അപ്പോൾ ഈ സമയലാഭം എന്ന് പറയുന്നതിനകത്ത് ഒരു വസ്തുതയില്ല. സമയം കൂടുതൽ നഷ്ടമാവുകയുള്ളൂ. അതായത് തിരുവനന്തപുരത്തു നിന്ന് ഷൊർണൂരിലേക്ക് പോകുന്ന യാത്രക്കാർക്ക് ഇതേറെ ഗുണകരമാവും എന്നൊക്കെയാണ് ചിലർ പറയുക. അത് ഒരു കാരണവശാലും ഗുണകരമാവില്ല. അവർക്ക് കൂടുതൽ സമയനഷ്ടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇവിടെ പശ്ചിമ കൊച്ചിയിൽ നിന്ന് വരുന്ന യാത്രക്കാർക്ക് അവിടെ പണ്ട് നമുക്കറിയാം ഹാർബർ ടെർമിനസ് എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അതിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തീകരിച്ചു. അതുവഴി ട്രെയിൻ ഓടുന്ന ഒരു ദിവസം ഒരു ട്രെയിൻ ഓടി പുനരുദ്ധാരണം കഴിഞ്ഞിട്ട് അതോടുകൂടി അത് നിർത്തിവച്ചിരിക്കുകയാണ്. ആ മേഖലയിലുള്ള യാത്രക്കാരെ തീർച്ചയായും അവരുടെ താൽപര്യം സംരക്ഷിച്ച് ഈ സൌത്ത് റെയിൽവേ സ്റ്റേഷൻ, എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ, ഇപ്പൊ റെയിൽവേ മന്ത്രാലയം കോടിക്കണക്കിന് രൂപ മുടക്കി അന്താരാഷ്ട്ര നിലവാരമുള്ള റെയിൽവേ സ്റ്റേഷനായി എറണാകുളം സൌത്തിനെ മാറ്റാൻ പോകുന്ന ഒരു ഘട്ടത്തിലാണ് ഇവിടുന്ന് ഈ ട്രെയിനൊക്കെ സർവീസൊക്കെ ക്യാൻസൽ ചെയ്ത് നോർത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ തീരുമാനം എന്താണ് എന്നുള്ളത് ഒന്നും മനസ്സിലാവുന്നില്ല. ഈ സൌത്തിൽ ഇറങ്ങേണ്ട യാത്രക്കാർ നോർത്തിൽ ഇറങ്ങിയാൽ അവിടുന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ അവർ പറയുന്നു മെട്രോ റെയിലുണ്ട്, മറ്റു സംവിധാനങ്ങളുണ്ട്.
നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മെട്രോ സ്റ്റേഷനിലേക്ക് പോകണമെങ്കിൽ കാൽനടയായിട്ട് മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ. അവിടെ ചെന്ന് കഴിഞ്ഞാലും അവിടുത്തെ ഈ ടിക്കറ്റ് എടുക്കലും അതിന്റെ സമയമുള്ള ഈ ബാഗേജിന്റെ വെരിഫിക്കേഷനും ഒക്കെ കഴിഞ്ഞ് അകത്ത് കയറണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം നഷ്ടമാവും. അതുപോലെ തന്നെ സാമ്പത്തിക നഷ്ടം, അതിന്റെ മിനിമം ചാർജ് നോർത്തിൽ നിന്ന് സൌത്തിൽ വരണമെങ്കിൽ മെട്രോയുടെ മിനിമം ചാർജ് കൊടുക്കേണ്ടി വരും. ഈ ട്രെയിൻ വേണാടിനെ സംബന്ധിച്ചിടത്തോളം ഇതിലെ 80% യാത്രക്കാരും സീസൺ ടിക്കറ്റ് എടുത്ത് ദിവസവും യാത്ര ചെയ്യുന്ന സർക്കാർ ജീവനക്കാരും മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സ്വകാര്യ സ്ഥാപനങ്ങളിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ജീവനക്കാരും വിദ്യാർത്ഥികളുമൊക്കെയാണ്. അവർക്ക് ഈ സാമ്പത്തിക നഷ്ടം സഹിക്കാനായിട്ട് ഒരു കാരണവശാലും പറ്റില്ല. അതുകൊണ്ട് ഏത് വിധത്തിൽ നോക്കിക്കഴിഞ്ഞാലും തികച്ചും യാത്രക്കാർക്ക് വിരുദ്ധമായ ഒരു തീരുമാനമാണിത്. യാത്രക്കാർക്ക് സാമ്പത്തിക ബാധ്യതയുണ്ടാക്കുന്ന ഒരു തീരുമാനമാണ്. ഇത് പിൻവലിക്കണം. ഇത് സൌത്ത് റെയിൽവേ സ്റ്റേഷനിലെ വേണാട് ഉൾപ്പെടെയുള്ള വാഹനങ്ങളുടെ സ്റ്റോപ്പ് പുനർക്രമീകരിക്കണം എന്നുള്ളതാണ് റെസിഡൻസ് അസോസിയേഷൻ കോർഡിനേഷൻ കൌൺസിൽ റാക്കോയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഞങ്ങൾ ഇത് സംബന്ധിച്ച് ഇങ്ങനെ ഈ പരിപാടികളുമായി റെയിൽവേ മുന്നോട്ട് പോവുകയാണ്. ഏകപക്ഷീയമായി മുന്നോട്ട് പോയാൽ വേണ്ടി വന്നാൽ ഒരു സമര പരിപാടിയിലേക്ക് നീങ്ങുന്നതിനൊക്കെ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. വേണാട് എന്ന് പറയുന്നത് 50 വർഷത്തിലധികമായി എറണാകുളം ജംഗ്ഷനിലേക്ക് വരുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ നമുക്ക് വേണാടിന് ഇപ്പം മാറ്റാൻ ഇവർ പറയുന്ന റീസൺ എന്ന് പറയുന്നത് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഇവിടെ വർക്ക് നടക്കുന്നുള്ളതാണ്. വേണാടിന് മാത്രമായിട്ട് പ്ലാറ്റ്ഫോമിൽ ഒരു വർക്ക് നടക്കുന്നില്ല, എല്ലാ വണ്ടികളും പോകുന്നുണ്ട്. അപ്പോൾ അവരുടെ ആവശ്യം ഇത്രയേ ഉള്ളൂ, വേണാടിനെ സൗത്ത് ഒഴിവാക്കുക, പ്രത്യേകിച്ച് ബദൽ മാർഗവും ഒന്നും തരാതെ. കാരണം വേണാടിന് അത്ര കണ്ട ആൾക്കാർ 50%-ലധികം ആൾക്കാർ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ആയിരുന്നില്ല 50% ആൾക്കാർ സൗത്ത് ജംഗ്ഷനെ ആശ്രയിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരോട് ബദൽ മാർഗമായിട്ട് മെട്രോയിൽ തൃപ്പൂണിത്തുറയിൽ നിന്ന് മെട്രോ കയറി വരാനാണ് പറയുന്നത്. അപ്പോൾ മെട്രോ ഒരു കാരണവശാലും ഇതിനൊരു ബദൽ മാർഗം ആവില്ല. മെട്രോ എന്ന് പറയുന്നത് നമുക്ക് സിറ്റി സർവീസിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ അല്ലെങ്കിൽ മെട്രോ തൃപ്പൂണിത്തുറയ്ക്ക് കണക്റ്റഡ് ആകുന്നുണ്ട്. പക്ഷേ അതൊരു സമയബന്ധിതമായിട്ട് നമുക്ക് മെട്രോയിൽ ചെയ്യാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ മെട്രോ നമ്മൾ തൃപ്പൂണിത്തുറയിൽ നിന്ന് വേണാടിൽ ഇറങ്ങിയിട്ട് ഒരാൾ സ്റ്റേഷനിൽ നടന്ന് മെട്രോ സ്റ്റേഷന്റെ അകത്ത് കയറുമ്പോൾ തന്നെ ഏകദേശം 6-7 മിനിറ്റ് എടുക്കും. പിന്നെ ബാഗേജ് സ്കാൻ ചെക്കിങ്ങും അവിടുത്തെ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് ഇപ്പോൾ ടിക്കറ്റ് ഉള്ള ഒരാളാണെങ്കിലും കാർഡുള്ള ഒരാളാണോ അത് സ്കാൻ ചെയ്ത് ടോപ്പ് വരുമ്പോഴത്തേനും ഒരു മെട്രോ അങ്ങ് പോകും. പിന്നെ അടുത്ത മെട്രോ 7 മിനിറ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. വണ്ടിയെ കയറിയിട്ട് 20 മിനിറ്റ് പ്ലസ് എടുക്കും. അപ്പോൾ 20 മിനിറ്റ് പ്ലസ് ഇപ്പോൾ വന്ന 12 മിനിറ്റ് എടുക്കും, 32 മിനിറ്റ് എടുക്കും അവിടെ എത്താൻ. ഇപ്പോൾ വേണാടിന് ഇവിടെ പ്ലാറ്റ്ഫോം ഉള്ള സമയങ്ങളിൽ 1, 3, 4 മാത്രമേ വേണാട് പിടിക്കാൻ പറ്റത്തുള്ളൂ. 22 ബോഗിയുള്ളതുകൊണ്ട് പ്ലാറ്റ്ഫോം ഉള്ള സമയങ്ങളിൽ 14 മിനിറ്റ് കൊണ്ട് ഇപ്പോൾ വണ്ടി എത്തുന്നുണ്ട്. 9:30 വിട്ടാൽ 9:44 സൗത്തിൽ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ സ്റ്റഡി ആകുന്ന വണ്ടിക്ക് പകരം 9:30 പുറങ്ങി ഇവിടുന്ന് ഇറങ്ങി മെട്രോയെ കയറി 32 മിനിറ്റ് 10:02 പുറത്ത് വരാനാണ് ഇപ്പോൾ റെയിൽവേ അനൌദ്യോഗികമായി പറയുന്നത്. ഔദ്യോഗികമായിട്ട് അവർക്ക് പറയാൻ പറ്റത്തില്ല. അതാണ് അവരൊരു ബദൽ മാർഗമായിട്ട് ഇപ്പോൾ പറയുന്നത്. പക്ഷെ നമ്മൾ നിങ്ങളടക്കമുള്ള ദൃശ്യമാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്താണ് കോട്ടയം എറണാകുളം റൂട്ടിൽ അതികഠിനമായ തിരക്ക്. ഇപ്പം നമുക്ക് കോട്ടയത്ത് നിന്ന് 6:52 ഒരു പാലരുവി പോന്നു കഴിഞ്ഞാൽ പിന്നെ 1.25-2 മണിക്കൂർ ഗ്യാപ്പാണ് വേണാടിന് വേണ്ടി. അപ്പോൾ ഈ ബസ്സിന്റെ അതികഠിനമായ റേറ്റിംഗ് ഒക്കെ കൊണ്ട് തന്നെയാണ് അത്ര കണ്ട ആൾക്കാർ ട്രെയിൻ ആശ്രയിക്കുന്നുണ്ട്. അപ്പോൾ അവരോട് ഇപ്പോൾ റെയിൽവേ പറയുന്നത് തൃപ്പൂണിത്തുറ ഇറങ്ങി ഒരു സ്റ്റേഷൻ തൃപ്പൂണിത്തുറ സൗത്തിലെത്താൻ എക്സ്ട്രാ 1,500 രൂപ മുടക്കേണ്ട അവസ്ഥയാണ്. സീസൺ പോലെ മെട്രോയ്ക്കുള്ളതാണ് മെട്രോ കാർഡ്. അത് ഒരു സൈഡ് 26 രൂപയാവും. അപ്പോൾ 2 സൈഡ് എടുക്കുമ്പോൾ 52 രൂപയാണ് അവർക്ക് കാർഡുള്ളവർക്ക് തന്നെ. അപ്പോൾ 52 × 30 അല്ലെങ്കിൽ ഒരു മത്സ്യം വരെ ആവറേജ് 1,500 രൂപ എക്സ്ട്രാ ചിലവാകണം ഒരു സ്റ്റേഷൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സാധാരണക്കാരായ ആൾക്കാർ ബസ് ആശ്രയിക്കുന്ന സാധിക്കാത്തതുകൊണ്ടാണ് ട്രെയിനിലേക്ക് വരുന്നത്. ഏകദേശം സെയിം ആണ്. ഇപ്പോൾ ബസ്സിന് തൃപ്പൂണിത്തുറ ഇവിടെ വരാൻ 18 രൂപയുള്ളൂ. ഇപ്പോൾ ഇവർക്ക് 32 മിനിറ്റും എടുക്കുന്നു. 26 രൂപ കാർഡുള്ളവർക്ക് വൺ സൈഡ് ആവശ്യം വരികയാണ്. അപ്പോൾ ഒരു കാരണവശാലും ഈ വേണാട് സൗത്ത് ഒഴിവാക്കുന്നത് മെട്രോ മെമു സർവീസ് അനുവദിക്കാതെ വേണാട് ഒരു കാരണവശാലും സൗത്ത് ഒഴിവാക്കാൻ പാടില്ലായിരുന്നു. ഇങ്ങനെ ഒരു ചർച്ച നടക്കുമ്പോൾ തന്നെ ഞങ്ങളൊക്കെ ഫ്രണ്ട്സ് ഓൺ റെയിൽസ് എന്ന് പറഞ്ഞ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങളെല്ലാം ഒഫീഷ്യലി ഔദ്യോഗികമായി റെയിൽവേ അറിയിച്ചാണ് ഈ പറയുന്ന പോലെ ഒരു മെമു സർവീസ് അനുവദിക്കാതെ ഒരു കാരണവശാലും ഇത് ചെയ്യരുതെന്നുള്ളത്. കാരണം അത്ര കാലം ആൾക്കാർ ദുഃഖം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലും കേൾക്കാതെയാണ് ഇപ്പോൾ ഇത് ഇങ്ങനൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 1, 3, 4 പ്ലാറ്റ്ഫോം മാത്രമേ വേണാട് പിടിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഒരു മെമു അതാണ് ഇവർ പറയുന്നത്, ഔട്ടറിൽ കിടക്കേണ്ടി വരുന്നു എന്ന് പറയുന്നു. പക്ഷെ ഒരു മെമു സർവീസ് വരുവാണെങ്കിൽ 6ാമത്തെ പ്ലാറ്റ്ഫോമിലും 5ലും 4ലും 3ലും 2ലും 1ലും അത് പിടിക്കാം. അതിന് സിഗ്നലിംഗ് പ്രശ്നമില്ല, ഓപ്പറേഷണൽ തടസ്സങ്ങളില്ല, ഷണ്ടിങ്ങിന്റെ ആവശ്യമില്ല, എഞ്ചിൻ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ കാണുന്ന 2ാമത്തെ പ്ലാറ്റ്ഫോമിൽ തന്നെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:30 വന്ന് നോക്കിയാൽ 2 മെമു ഇവിടെ പിടിക്കുന്നുണ്ട്. പാലക്കാട് മെമുവും പിടിക്കുന്നുണ്ട്, കൊല്ലം മെമുവും പിടിക്കുന്നുണ്ട്. അതായത് ഇവിടെ വന്നിട്ട് നേരെ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് പോവാം, അതേ ഡയറക്ഷനിൽ പാലക്കാട് എടുത്തുകൊണ്ട് പോകാം. അപ്പൊ അവർക്ക് എക്സ്ട്രാ ഒരു സ്റ്റാഫിന്റെ ആവശ്യം വരുന്നില്ല, ഓപ്പറേഷണൽ പ്രശ്നങ്ങളില്ല, സാങ്കേതിക തടസ്സങ്ങളില്ല, ഒന്നുമില്ല. അവർക്ക് വരുമാനമാണ്, അതിനധികം വരുമാനം ഇപ്പോൾ റെയിൽവേക്കുണ്ട്. ഒരു മെമു തന്നിട്ട് നമുക്ക് വേണാടിനെ സൗത്ത് ഒഴിവാക്കി നോർത്ത് ആക്കുന്നതിനോട് ഒരാളും എതിർപ്പ് പറയില്ല. അതുപോലെ തന്നെ നമുക്ക് എറണാകുളം കായംകുളം മെമു അല്ലെ കൊല്ലം കായംകുളം എറണാകുളം മെമു അല്ലെ കൊല്ലം
എറണാകുളം മെമു അനുവദിച്ചു കഴിഞ്ഞാൽ ഹോൾട്ട് സ്റ്റേഷൻ അടക്കമുള്ള എല്ലാവർക്കും പ്രയോജനമാണ്. വേണാട് എന്നൊരു ചർച്ചയെ പിന്നെ വരത്തില്ല. കാരണം ഡെയിലി യാത്രക്കാർക്ക് മെമു ആശ്രയിക്കാം. ലോങ് റൂട്ടിൽ അങ്കമാലി ആലുവ ഒക്കെ നേരത്തെ എത്തുന്നവർക്ക് നോർത്തിനെ ആശ്രയിക്കാം. ഇത് അനുവദിക്കാതെ ഒരു കാരണവശാലും വേണാടിന് ഇപ്പം എടുത്ത തീരുമാനം അത് പിൻവലിക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. അത് മെമു അനുവദിച്ചതിന് ശേഷമേ അത് ചെയ്യാൻ പാടുള്ളായിരുന്നു. അതിന് നമ്മളെല്ലാവരും അനുകൂലമാണ്. മെമു അനുവദിച്ചതിന് ശേഷം മാത്രം. അതൊരു റെയിൽവേയോടുള്ള ഒരു അഭ്യർത്ഥനയാണ്. ഈ ഒരു സ്റ്റോപ്പ് നിർത്തലാക്കിയത് യാത്രക്കാരി എന്ന നിലയിൽ എങ്ങനെയാണ് ബാധിക്കുക? നമസ്കാരം, ഞാൻ ബിന്ദു വയലാറ്, ഫ്രണ്ട്സ് ഓൺ റെയിൽസിന്റെ എക്സിക്യൂട്ടീവ് അംഗമാണ്. 25 വർഷമായിട്ട് ഈ യാത്രക്കാരിയാണ് സ്ഥിരമായിട്ട്. അപ്പൊ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആൾക്കാർ സഞ്ചരിക്കുന്നത് എറണാകുളം സൗത്ത് സ്റ്റേഷനിൽ നിന്നാണ് വേണാടിൽ. അപ്പോൾ അങ്ങനെ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ യാത്ര ചെയ്യുന്ന ഒരു സ്റ്റേഷനിൽ നിന്ന് വണ്ടി എടുത്തു മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പറയും. ഇപ്പൊ അവർ പറയുന്നത് ഒരു വികസനത്തിന്റെ പാത എന്ന് പറഞ്ഞാൽ വികസനം അതിവേഗം. നമുക്ക് ഏറ്റവും ഒരു 10 വർഷത്തെ ഒരു ഗ്രാഫ് എടുത്താൽ നമുക്ക് മനസ്സിലാകും റെയിൽവേ ഇങ്ങനെ വികസനം എന്ന് പറഞ്ഞ് നടപ്പിലാക്കുന്ന ഓരോ കാര്യങ്ങളും സാധാരണ ജനജീവിതം ദുസ്സഹമാക്കുന്ന രീതിയിലാണ്. സാധാരണക്കാരന്റെ ഏറ്റവും അടുത്ത ഉദാഹരണമാണ് വന്ദേ ഭാരത്. വന്ദേ ഭാരത് കൊണ്ടുവരുമ്പോഴും അവർ പറയുന്നത് വികസനമാണ്. പക്ഷെ അപ്പോൾ ഈ വികസനത്തിന്റെ പേരിലെല്ലാം സാധാരണ യാത്രക്കാരും മണിക്കൂറുകളോളം വഴിയിൽ കാത്തുകെട്ടി കിടക്കേണ്ടുന്ന ഒരവസ്ഥയാണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെയാണ് വേണാടിന്റെ കാര്യം പറയുന്നത്. അല്പ സമയലാഭമാണ് ഇവർ പറയുന്നത്. അപ്പോൾ ടൗൺ സ്റ്റേഷനിലേക്ക് വണ്ടി മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് എന്താണ്? ഇവിടെ വന്ന് കയറുന്ന ഇത്രയും യാത്രക്കാര് അവരുടെ ജോലിയെ ബാധിക്കുന്നു, സമയത്തെ ബാധിക്കുന്നു, പണത്തെ ബാധിക്കുന്നു. വളരെ വലിയ മാനസിക സമ്മർദ്ദം അനുഭവിച്ചുകൊണ്ട് മെട്രോ പോലെയുള്ള സ്റ്റേഷൻ വണ്ടികളിൽ കയറി അല്ലെങ്കിൽ അതുപോലെ കൂടുതൽ യാത്രാ ഭാരം അനുഭവിച്ചിട്ടാണ് അവർക്ക് അവിടെ എത്തേണ്ടി വരുന്നത്. കാരണം വേണാട് വലിയ ദൂരം സർവീസ് ചെയ്യുന്ന ഒരു വണ്ടിയാണ്. അപ്പൊ അങ്ങനെയുള്ള റെയിൽവേയുടെ നടപടി തികച്ചും മാനുഷിക രഹിതവും അല്ലെങ്കിൽ യാത്രക്കാർക്ക് എതിരായിട്ടുള്ള ഒരു നടപടിയാണെന്നാണ് റെയിൽവേയുടെ അസോസിയേഷൻ, പാസഞ്ചേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധി എന്നുള്ള നിലയ്ക്കും സാധാരണ ഇത്രയും വർഷം ഇവിടെ യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരി എന്നുള്ള നിലയ്ക്കും കാണാം. കാരണം ഈ സമയത്ത് അതിന് മാത്രം ആൾക്കാരാണ് വണ്ടിയിൽ ഓടിക്കയറുന്നത്. എന്താണ് ഇതിന് റെയിൽവേക്ക് പറയാനുള്ള മറുപടി എന്ന് ഞങ്ങൾക്കറിയില്ല. ഇത് തീർച്ചയായിട്ടും വികസനമല്ല, ജനദ്രോഹപരമായിട്ടുള്ള റെയിൽവേയുടെ എന്തൊരു ധാർഷ്ട്യപരമായിട്ടുള്ള നിലപാടാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ കാണുന്നത്. അതിൽ ഏറ്റവും അവസാനത്തെ ഇരകളാണ് വേണാടിൽ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് യാത്ര ചെയ്യുന്ന യാത്രക്കാർ അനുഭവിക്കുന്നത്. പകരം സംവിധാനം എന്നുള്ള നിലയിൽ നമുക്ക് പറയാവുന്ന ഒരു കാര്യം മെമു ആണ്. കാരണം അവിടേക്ക് അത്രയും യാത്രക്കാരുള്ള സ്ഥിതിക്ക് ഈ യാത്രക്കാരെ അങ്ങനെ ബാധിക്കാതിരിക്കണമെങ്കിൽ പകരം ഒരു മെമു സർവീസ് നടപ്പിലാക്കിക്കൊണ്ട് അവർ ഈ വികസനം നടപ്പിലാക്കട്ടെ. അതൊരു മാനുഷികമായ പരിഗണനയ്ക്ക് ഏറ്റവും മാനുഷികമായ പരിഗണന അർഹിക്കുന്ന ഒരു കാര്യമാണ്. അതാണ് പറയാനുള്ള ഏറ്റവും നടപടി കൈക്കൊള്ളാവുന്ന ഒരു കാര്യം അതാണ്. റെയിൽവേയുടെ ഈ പുതിയ തീരുമാനത്തിൽ യാത്രക്കാർക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണുള്ളത്. ഇനിയെങ്കിലും ഈ ജനദ്രോഹപരമായ തീരുമാനത്തിൽ നിന്നും റെയിൽവേ എത്രയും വേഗം പിൻവലിയണം. ഇല്ലെങ്കിൽ തങ്ങൾക്ക് പകരമായി ഒരു ട്രെയിൻ കൂടി അനുവദിക്കണം. ഈ ആവശ്യങ്ങൾ ഏതെങ്കിലും റെയിൽവേ പരിഗണിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും യാത്രക്കാർ. ക്യാമറാമാൻ ശ്യാംകുമാറിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി.